നീ എന്ത് കാണുന്നു എന്നത് നിന്റെ ഹൃദയവിശുദ്ധിക്ക് മാനദണ്ഡമാകും. നമ്മളത് കാണുന്നുണ്ട്. അശുദ്ധി വാണിജ്യവൽക്കരിക്കപ്പെടുന്നു. അശുദ്ധി അട്രാക്റ്റീവ്, ആകർഷകമായി അവതരിപ്പിക്കപ്പെടുന്നു. അതായത് അശുദ്ധിയെ അത് വിവാഹ ജീവിതത്തിൽ, യൗവനകാലത്ത്, വിവാഹേതരമായ കാര്യങ്ങളിലൊക്കെ അശുദ്ധിയെ ഇന്ന് ന്യൂ നോർമലായി മാറ്റുന്നു. എല്ലാം ദൈവവിളി സ്വീകരിച്ചവരും, കുടുംബജീവിതത്തിന്റെ ദൈവവിളി, സന്യാസത്തിന്റെ, പൗരോഹിത്യത്തിന്റെ ദൈവവിളി, എല്ലാ ദൈവവിളി സ്വീകരിച്ചവരും ശുദ്ധത പാലിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ശുദ്ധത നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാതായി പോകും. കേവല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറിപ്പോകും. ഇത് ധ്യാനിച്ച് യൗസേപ്പ് പിതാവിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ കാലത്ത് ഏറെ ഗൗരവത്തോടെ നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമായി ഇതിനെ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 12-ാം നാൾ. യൗസേപ്പ് പിതാവിനെ, പിതാവിൻ്റെ വ്യക്തിത്വത്തെ, പിതാവിൻ്റെ വിശുദ്ധിയുടെ മാനങ്ങളെ നമ്മളിങ്ങനെ ഓരോ ദിവസവും ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകമായും ഒരു വാക്ക്, ചാസ്റ്റിറ്റി, ശുദ്ധതയാണ് ഇന്നത്തെ ചിന്താവിഷയം. ശുദ്ധത, ശുദ്ധതയുടെ, ചാസ്റ്റിറ്റിയുടെ മാതൃകയാണ് യൗസേപ്പ് പിതാവ്. സെൻറ്റ് ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പരിപാലന മറിയത്തെ ഏറ്റവും ശുദ്ധമായ കരങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ പരിപാലനയാൽ മറിയം ഏറ്റവും ചേസ്റ്റ് ഹാൻഡ്സ്, ശുദ്ധതയുള്ള കരങ്ങളിൽ മറിയം ഏൽപ്പിക്കപ്പെട്ടു. യൗസേപ്പ് പിതാവ് ശുദ്ധതയുടെ മാതൃകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ വിഷയം ധ്യാനിക്കുമ്പോൾ, ഇത് ധ്യാനിച്ച് യൗസേപ്പ് പിതാവിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ കാലത്ത് ഏറെ ഗൗരവത്തോടെ നമ്മൾ തിരിച്ചറിയേണ്ട, ആത്മവിശകലനത്തിന് വിധേയപ്പെടുത്തേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമായി ഇതിനെ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ശുദ്ധത സൂക്ഷിക്കാൻ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും ഈ വിഷയം, ശുദ്ധത, അതിനോട് ചേർത്ത് ബ്രഹ്മചര്യം അല്ലെങ്കിൽ കന്യാവ്രതം, ഇതാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ശുദ്ധത എന്നാൽ എന്താണ്? ചേസ്റ്റ്, ചാസ്റ്റിറ്റി, ബീയിങ് ചേസ്റ്റ് ഓർ ചാസ്റ്റിറ്റി എന്താണത്? ദൈവകൃപയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മനിയന്ത്രണമാണ്. അങ്ങനെയാണ് അതിനെ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. കൈൻഡ് ഓഫ് സെൽഫ് മാസ്റ്ററിങ് ആണ്. നമ്മുടെ വികാരങ്ങൾക്ക്, ലൈംഗിക ചോദനകൾക്ക് ഉപരിയായി നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവകൃപയാണ് ശുദ്ധത. എ കൈൻഡ് ഓഫ് സെൽഫ് മാസ്റ്ററിങ്, നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതാണ്. അത് പറയുമ്പോൾ ഓർക്കരുത്, മനുഷ്യൻ്റെ ലൈംഗികതയുടെ സൗന്ദര്യത്തെ തകർത്ത് കളയുന്ന, നശിപ്പിക്കുന്ന, സപ്രസ് ചെയ്യുന്ന ഒന്നാണ് ചാസ്റ്റിറ്റി, ശുദ്ധത എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമുക്ക് അങ്ങനെ വരും. മനുഷ്യൻ്റെ വലിയ നന്മയായ ലൈംഗികതയെ, ഈ സെക്ഷുവാലിറ്റിയെ, അതിൻ്റെ സപ്രഷനാണ് ശുദ്ധത എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്ക് വരും. അങ്ങനെയല്ല, മറിച്ച് അതിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ ചാസ്റ്റിറ്റി, ശുദ്ധത, പ്രിസേർവ്സ് ഹ്യൂമൻ ഹാർട്ട് ഫോർ ആൻ ഒതൻറ്റിക് സെൽഫ് ഗിവിങ്. ശുദ്ധത നമ്മൾ പാലിക്കുമ്പോൾ നമ്മളിൽ എന്താണ് നടക്കുന്നത്, ശുദ്ധത പാലിക്കുന്നത് വഴി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിന് ഇതിലും നല്ല ഒരു ഉത്തരമില്ല. ചാസ്റ്റിറ്റി പ്രിസേർവ്സ് ദ ഹ്യൂമൻ ഹാർട്ട് ഫോർ ആൻ ഒതൻറ്റിക് സെൽഫ് ഗിവിങ്. ആധികാരികമായ ഒരു ആത്മദാനത്തിന് മനുഷ്യഹൃദയത്തെ ഒരുക്കുകയാണ് ശുദ്ധത. ആധികാരികമായ ആത്മദാനത്തിന്, ഒരാളെ മുഴുവൻ ഇങ്ങനെ കൊടുത്ത് സ്നേഹിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയാണ്. ഒരാളെ അല്ലെങ്കിൽ അനേകരെ ഹൃദയം കൊടുത്ത് സ്നേഹിക്കാൻ നമ്മളെ തന്നെ ഒരുക്കുകയാണ് ഈ ശുദ്ധത ചെയ്യുന്നത്. ഇത് എല്ലാ ദൈവവിളി സ്വീകരിച്ചവരും, കുടുംബജീവിതത്തിൻ്റെ ദൈവവിളി, സന്യാസത്തിൻ്റെ, പൗരോഹിത്യത്തിൻ്റെ ദൈവവിളി, എല്ലാ ദൈവവിളി സ്വീകരിച്ചവരും ശുദ്ധത പാലിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ശുദ്ധത നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാതായി പോകും. കേവല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറിപ്പോകും. ശുദ്ധത
പാലിക്കാൻ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. ശുദ്ധതയും ബ്രഹ്മചര്യവും എന്താണ് വ്യത്യാസം? ബ്രഹ്മചര്യം എ സ്പെഷ്യൽ ഫോം ഓഫ് ചാസ്റ്റിറ്റി. ശുദ്ധതയുടെ തന്നെ ഒരു പ്രത്യേക മാനമാണ് ബ്രഹ്മചര്യം. അങ്ങനെയാണ് ബ്രഹ്മചര്യത്തെ അതായത് അതൊരു പ്രത്യേക വിളിയാണ്. ബ്രഹ്മചര്യത്തിലേക്കുള്ള ഒരു പ്രത്യേക ക്ഷണമാണ്. ഫോർ ദ സേക്ക് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിനു വേണ്ടി വിവാഹമില്ലാതെ കർത്താവിന് വേണ്ടി പൂർണ്ണമായും ശരീരവും മനസ്സും ആത്മാവും സമർപ്പിച്ച് ജീവിക്കുന്നതാണ് ബ്രഹ്മചര്യം, സെലിബസി. ചാസ്റ്റിറ്റി, ഈ ശുദ്ധത ജീവിതത്തിൽ പാലിക്കുന്നത്. യൗസേപ്പ് പിതാവ് ഹി വാസ് ചേസ്റ്റ് ആൻഡ് ഹി വാസ് സെലിബേറ്റ്. ശുദ്ധത പാലിച്ചു, ബ്രഹ്മചാരിയുമായിരുന്നു. യൗസേപ്പ് പിതാവ് ഇത് രണ്ടും ചെയ്ത ആളാണ്. യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും വിവാഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ അത്ഭുതപ്പെടും. മറിയത്തിൻ്റെ ഭർത്താവായ ഈശോയുടെ അപ്പനായ യൗസേപ്പ് എങ്ങനെ ഒരേ സമയം ഇത് രണ്ടും പാലിച്ചു? ഹി വാസ് ചേസ്റ്റ് ആൻഡ് ഹി വാസ് സെലിബ്രേറ്റ് അറ്റ് ദ സെയിം ടൈം. അതായത് യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും വിവാഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പരസ്പരം പൂർണ്ണമായും സമ്മാനിക്കുന്നതാണ് വിവാഹം. അപ്പോൾ യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും വിവാഹ ജീവിതത്തിൽ ഇവരുടെ കൂട്ടായ്മയ്ക്ക് വിവാഹത്തിന് പ്രത്യേക പേരുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ജോസഫൈറ്റ് മാരേജ്. ജോസഫൈറ്റ് മാരേജ്. അവർ പരസ്പരം ഹൃദയത്തിൻ്റെ ഐക്യം അവരനുഭവിച്ചു. ഹൃദയത്തിൻ്റെ കമ്മ്യൂണിയൻ ഓഫ് ഹാർട്ട്, മനസ്സിൻ്റെ ഐക്യമുണ്ടായി, കമ്മ്യൂണിയൻ ഓഫ് മൈൻഡ്, ആത്മാവിൻ്റെ ഐക്യമുണ്ടായി, കമ്മ്യൂണിയൻ ഓഫ് സോൾ. പക്ഷേ അവർ തമ്മിൽ ഒരു ശാരീരിക ബന്ധം ഉണ്ടായില്ല. ബിക്കോസ് ദേ വെർ ഫുള്ളി കോൺസെക്രേറ്റഡ്. അവരുടെ ശരീരങ്ങളെ കർത്താവിനായി അവർ പൂർണ്ണമായും വിട്ടുകൊടുത്ത രണ്ടു പേരായിരുന്നത് കൊണ്ട് അവർ തമ്മിലൊരു ശാരീരിക കൂട്ടായ്മ, ശാരീരിക ബന്ധമുണ്ടായില്ല. മറിച്ച് അവർ ആത്മാവിൽ, മനസ്സിൽ, ഹൃദയത്തിൽ ഐക്യം അനുഭവിച്ചു. അങ്ങനെ ചോദിക്കുമ്പോൾ എന്തിനായിരുന്നു അത്, എന്തിനാണ് അതിൻ്റെ ആവശ്യം? ചിലപ്പോൾ നമുക്ക് സംശയം വരും, സ്വാഭാവിക സംശയമാണ്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ബോത്ത് ഓഫ് ദം വെർ കോൺസെക്രേറ്റഡ്. രണ്ടു പേരും പൂർണ്ണമായും തങ്ങളെ തന്നെ, പ്രത്യേകിച്ച് തങ്ങളുടെ ശരീരത്തെ ദൈവത്തിനായി സമർപ്പിച്ചവരാണ്. ആ സമർപ്പണത്തിലാണ് അവരവരുടെ വിവാഹം ജീവിച്ചത്. ഇനി കുറേ കൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഈ സെൻറ്റൻസ് ഓർത്തു വെച്ചാൽ മതി. ഇനി ഏത് കാലത്ത് ഈ സംശയം ഉണ്ടായാലും ഈ സെൻറ്റൻസ് ഓർത്തു വെക്കണം. ജോസഫ് ആൻഡ് മേരി സാക്രിഫൈസ്ഡ് എ നാച്ചുറൽ ഗുഡ്. അതെ, അവർ തമ്മിലുള്ള ശാരീരിക കൂട്ടായ്മ, ബന്ധം, അത് സ്വാഭാവിക നന്മയാണ്. സ്വാഭാവിക നന്മയാണ്, ഒരു സംശയമില്ല. വിവാഹ ജീവിതത്തിൻ്റെ സ്വാഭാവിക നന്മയാണ്. അപ്പോൾ നമ്മൾ എന്താ വായിക്കുന്നത്? ജോസഫ് ആൻഡ് മേരി സാക്രിഫൈസ്ഡ് എ നാച്ചുറൽ ഗുഡ് ഫോർ എ ഗ്രേറ്റർ ഗുഡ്. ഒരു സ്വാഭാവിക നന്മയെ ഉപരി നന്മയ്ക്കു വേണ്ടി അവർ ബലിയായി കാഴ്ചവെച്ചു. ഒരു സ്വാഭാവിക നന്മ. എന്താണ് ആ ഉപരി നന്മ? സാൽവേഷൻ ഓഫ് സോൾസ്. ആത്മാക്കളുടെ രക്ഷയ്ക്കായി, മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി അവർ അതിനെ കാഴ്ചവെച്ചു. ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട്, ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ വലിയ രക്ഷാകര പദ്ധതിയുടെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി അവരതിനെ കാഴ്ചവെച്ചു. അതാണ് ഇതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം യൗസേപ്പ് പിതാവ് ചേസ്റ്റ് ആൻഡ് സെലിബ്രേറ്റ്, അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്, ജോസഫൈറ്റ് മാരേജ്, ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ, അതും കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ കാലത്തിലേക്ക് വരാം. ഇതാണ് ടു ബി ചേസ്റ്റ്. ശുദ്ധത പാലിക്കുക എന്ന് വെച്ചാൽ ടു ബി പ്യുവർ ഇൻ ഹാർട്ട്. ഹൃദയത്തിൽ വിശുദ്ധി സൂക്ഷിക്കുക എന്നാണ് ശുദ്ധത പാലിക്കുക എന്ന് വെച്ചാൽ. അതായത് ഇഫ് ഹാർട്ട് ഈസ് നോട്ട് പ്യുവർ, നമുക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല. ശുദ്ധത എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ശുദ്ധി സൂക്ഷിക്കുകയാണ്. ഹൃദയവിശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ കർത്താവിനെ കാണാൻ പറ്റില്ല. തിരിച്ച് കർത്താവിനെ കാണുമ്പോൾ അത് ഹൃദയശുദ്ധി വളർത്തുന്നു. യൗസേപ്പിന് ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഹൃദയശുദ്ധിയിൽ യൗസേപ്പ് ശുദ്ധത അനുഭവിക്കും, ശുദ്ധത പാലിക്കുന്നു. കർത്താവിൻ്റെ മുഖം നിരന്തരം കാണുന്നു. ദൈവത്തിരുമുഖം, തിരുക്കുമാരൻ്റെ മുഖം നിരന്തരം കണ്ട യൗസേപ്പ് ആ ശുദ്ധതയിൽ, ഹൃദയവിശുദ്ധിയിൽ വളരുന്നു. അതിനെക്കുറിച്ച് പറയുന്നൊരു സിമ്പിൾ സെൻറ്റൻസ്: ഐസ് ആർ ദ വിൻഡോ ഓഫ് ദ സോൾ. ഐസ് ആർ ദ വിൻഡോ ടു ദ സോൾ. കണ്ണുകൾ ആത്മാവിലേക്കുള്ള ജനാലകളാണ്. നീ എന്ത് കാണുന്നു എന്നത് നിൻ്റെ ഹൃദയവിശുദ്ധിക്ക് മാനദണ്ഡമാകും. യൗസേപ്പ് കണ്ടതൊക്കെയും തിരുക്കുമാരൻ്റെ മുഖമല്ലേ?
കർത്താവിൻ്റെ മുഖം കണ്ട് ആ കണ്ണുകളിലൂടെ, ജനാലകളിലൂടെ യൗസേപ്പിൻ്റെ ആത്മാവിലേക്ക് ശുദ്ധി വ്യാപിക്കുന്നു. നമ്മുടെ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കണം. ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് അന്ധത ബാധിച്ചു. നമ്മൾ നോക്കിയതൊക്കെ ഇരുട്ടിലേക്കായിപ്പോയി. കർത്താവിൻ്റെ മുഖം കണ്ട യൗസേപ്പ് ശുദ്ധത പാലിച്ചെങ്കിൽ നോക്കിയതൊക്കെ ഇരുട്ടിലേക്കായതുകൊണ്ട്, കണ്ണ് ആത്മാവിൻ്റെ ജനാലകളായതുകൊണ്ട് ഇരുട്ട് തന്നെ ഉള്ളിലേക്ക് പടർന്നു. വി ആർ ബ്ലൈൻഡഡ് ബൈ ഇംപ്യൂരിറ്റീസ്. അശുദ്ധതയാൽ അന്ധരാക്കപ്പെട്ടവരായി നമ്മളൊക്കെ മാറിപ്പോകുന്നു. ഇന്ന് ലോകം ഈ അശുദ്ധിയെ, അത് പ്രത്യേകിച്ച് ശാരീരിക മേഖലയിൽ, ഈ പറഞ്ഞ നമ്മൾ ശുദ്ധതയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഈ അശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ വിഷയമാകുന്നു. നമ്മളത് കാണുന്നുണ്ട്. അശുദ്ധി വാണിജ്യവൽക്കരിക്കപ്പെടുന്നു, അശുദ്ധി അട്രാക്റ്റീവ്, ആകർഷകമായി അവതരിപ്പിക്കപ്പെടുന്നു. അതായത് അശുദ്ധിയെ, അത് വിവാഹ ജീവിതത്തിൽ, യൗവനകാലത്ത്, വിവാഹേതരമായ കാര്യങ്ങളിലൊക്കെ അശുദ്ധിയെ ഇന്ന് ന്യൂ നോർമലായി മാറ്റുന്നു. എന്ന് വെച്ചാൽ അതാണ് അപകടം. നമുക്കൊരു ഇടർച്ച പറ്റുന്നു, ഒരു പാപം ചെയ്തു പോകുന്നത് പാപമായി തിരിച്ചറിയുന്നു, വെൽ ആൻഡ് ഗുഡ്. കാരണം നമുക്ക് വീണ്ടെടുപ്പിന് അവസരമുണ്ട്. പക്ഷെ പാപത്തെ സാമാന്യവൽക്കരിക്കുന്നു. അശുദ്ധിയുടെ മേഖലകളെ ഇന്ന് സാമാന്യവൽക്കരിക്കുന്നു. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ എന്ന് പറയുന്നു. ന്യൂ നോർമലായി ഇംപ്യൂരിറ്റീസിനെ മാറ്റുന്നു. അതുകൊണ്ട് നമുക്ക് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടാം. വിവാഹ ജീവിതത്തിലാകട്ടെ, സമർപ്പിത ജീവിതത്തിലാകട്ടെ, പൗരോഹിത്യ ജീവിതത്തിലാകട്ടെ, ഈ ചാസ്റ്റിറ്റി, ശുദ്ധത പാലിക്കാൻ യൗസേപ്പ് പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കണം. വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ചേസ്റ്റ് ലവ്, ശുദ്ധതയുള്ള സ്നേഹം, അത് പരസ്പരം നിർമ്മലമായി സ്നേഹിക്കാൻ നമ്മളെ ഒരുക്കും. നിർമ്മലമായി സ്നേഹിക്കും, പരസ്പരം അന്തസ്സോടെ, ആദരവോടെ സ്നേഹിക്കാൻ നമ്മളെ ഒരുക്കും. ഈ ശുദ്ധത അന്തസ്സോടെ, ആദരവോടെ സ്നേഹിക്കും. അത് ഈ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നൊരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, സ്റ്റുവാർഡ് ഓഫ് മിസ്റ്ററീസ് എന്നാണ്. ദൈവരഹസ്യങ്ങളുടെ കാവൽക്കാരനായിരുന്നു യൗസേപ്പ്. മറിയത്തെ ദൈവരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരി, വാഗ്ദാന പേടകമായി, നിക്ഷേപത്തിൻ്റെ പാത്രമായി കണ്ടപ്പോൾ അതിൻ്റെ പുറത്ത് നിന്ന് അതിനെ ആദരവോടെ പരിപാലിച്ചവനാണ് യൗസേപ്പ് പിതാവ്. സ്റ്റുവാർഡ് ഓഫ് മിസ്റ്ററീസ്. പരസ്പരം നമ്മൾ ഇടപെടേണ്ടത് ശുദ്ധത ഇങ്ങനെയാണ്. ആദരവോടെ, ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുന്ന ആദരവോടെ പരസ്പരം സമീപിക്കുമ്പോൾ നമുക്കും യൗസേപ്പിൻ്റെ ശുദ്ധതയിൽ ഭാഗഭാക്കുകളാകാൻ പറ്റും. ഗോഡ് വാണ്ട്സ് ഓൾ മെൻ ടു ബി ലൈക്ക് സെയിൻറ്റ് ജോസഫ്. എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടവർ യൗസേപ്പിനെ പോലെയാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. രണ്ടും വേണം. വിവാഹ ജീവിതത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വിളിക്കപ്പെടണം. പൗരോഹിത്യ, സന്യാസ ദൈവവിളികൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ രണ്ടും വേണം നമുക്ക്. വിവാഹ ജീവിതമില്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് മക്കളില്ല, തലമുറകളില്ല. വിവാഹ ജീവിതം വേണം. കർത്താവിൻ്റെ വലിയ പദ്ധതിയാണത്. പൗരോഹിത്യമില്ലെങ്കിൽ നമുക്ക് കൂതാശകളില്ല. ഇത് രണ്ടും വേണം. രണ്ടിലേക്കും ശുദ്ധതയോടെ സമീപിക്കുന്നവരുടെ എണ്ണമേറാൻ നമുക്ക് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. ലുത്തീനിയ പാടി പ്രാർത്ഥിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് സമർപ്പണത്തിൻ്റെ പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് കാഴ്ചവെക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങെപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.